ഒരു ഗവൺമെന്റ് ശരിയായി പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് നമ്മൾ എങ്ങനെയാണ് അളക്കുന്നത്? പത്രവാർത്തകളിലൂടെയല്ല, രാഷ്ട്രീയക്കാരുടെ പ്രസംഗങ്ങളിലൂടെയുമല്ല, മറിച്ച് നമ്മുടെ വീട്ടിലെത്തുന്ന വെള്ളത്തിന്റെ ക്വാളിറ്റി നോക്കി, നമ്മുടെ കുട്ടികൾ പോകുന്ന റോഡിന്റെ അവസ്ഥ കണ്ട്, നമ്മുടെ കയ്യിലിരിക്കുന്ന പണത്തിന് എത്രത്തോളം മൂല്യമുണ്ടെന്ന് മനസ്സിലാക്കി, അങ്ങനെയാണ് നമ്മൾ ഭരണം എന്താണെന്ന് തിരിച്ചറിയുന്നത്. ഇന്ന് നമ്മൾ ഒറ്റപ്പാലത്തേക്ക് പോവുകയാണ്. ഭരണം യഥാർത്ഥത്തിൽ എന്താണെന്ന് ഡേറ്റയിലൂടെ, അവിടുത്തെ മനുഷ്യരുടെ ജീവിതത്തിലൂടെ മനസ്സിലാക്കാൻ. അപ്പോൾ എന്തിനാണ് ഒറ്റപ്പാലം? കാരണം ഈ മണ്ഡലം നമ്മളോടൊരു പ്രധാനപ്പെട്ട കഥ പറയുന്നുണ്ട്. കുടിവെള്ളമില്ലാത്തതിൻ്റെ നിരാശ, തൊഴിലില്ലാത്ത ചെറുപ്പക്കാരുടെ വിഷമം, ഇങ്ങനെയുള്ള ഓരോ ചെറിയ കാര്യങ്ങളും എങ്ങനെയാണ് വോട്ടിംഗ് മെഷീനിൽ വലിയൊരു രാഷ്ട്രീയ തീരുമാനമായി മാറുന്നത് എന്നതിൻ്റെ കഥ. അതുകൊണ്ട് നമ്മളിവിടെ കാണുന്ന ഓരോ കണക്കും വെറുമൊരു നമ്പറല്ല, അത് കേൾക്കാൻ കാത്തിരിക്കുന്നൊരു ജനതയുടെ ശബ്ദമാണ്. ഒറ്റപ്പാലം എന്ന് പറയുമ്പോൾ ഒരൊറ്റ ഭൂപ്രകൃതി അല്ല മനസ്സിൽ വരേണ്ടത്. രണ്ട് വ്യത്യസ്ത ലോകങ്ങൾ ഒരുമിച്ച് ചേർന്ന ഒരിടം. ഒന്ന് സങ്കൽപ്പിച്ചു നോക്കൂ. ഒരു വശത്ത് തിരക്കേറിയ ഡൗണുകൾ, കച്ചവട സ്ഥാപനങ്ങൾ; മറുവശത്ത് ശാന്തമായ എന്നാൽ ഒരുപാട് വെല്ലുവിളികൾ നേരിടുന്ന മലയോര ഗ്രാമങ്ങൾ. ഇത് ഭൂമിശാസ്ത്രം മാത്രമല്ല, ഇത് രണ്ട് വ്യത്യസ്ത ജീവിത രീതികളാണ്. ഏകദേശം 60% ഇടനാടും 40% മലനാടും. ഇതാണ് ഇവിടത്തെ രാഷ്ട്രീയത്തിന്റെ അടിത്തറ. ഒറ്റപ്പാലത്തിന്റെ സാമൂഹിക ഘടന വളരെ സവിശേഷമാണ്. ഏകദേശം 57% ഹിന്ദുക്കൾ, 41% മുസ്ലിങ്ങൾ. അതോടൊപ്പം 14.6% വരുന്ന പട്ടികജാതി വിഭാഗവും. ഇവിടെ വിശ്വാസവും സമുദായവും രാഷ്ട്രീയത്തെ സ്വാധീനിക്കുന്ന പ്രധാന ഘടകങ്ങളാണ്. പക്ഷേ ഓർക്കണം, ഇവ കേവലം ശതമാന കണക്കുകളല്ല. ഓരോ വിഭാഗത്തിനും അവരുടേതായ പ്രതീക്ഷകളും ആശങ്കകളുമുണ്ട്. ഭരണഘടന ഉറപ്പു നൽകുന്നതും ഇതുതന്നെയാണ്, ഓരോ വ്യക്തിയുടെയും അന്തസ്സ്. ഈ കണക്കുകൾക്കപ്പുറം ഉത്തരവാദിത്തത്തോടെയുള്ള സംവാദങ്ങൾക്കൊരു പൊതു ഇടം ഒരുക്കേണ്ടത് അത്യാവശ്യമാണ്. 77.75%. ഇതൊരു സംഖ്യയല്ല, ഇതൊരു പ്രഖ്യാപനമാണ്. ഒറ്റപ്പാലത്തെ ജനങ്ങൾ ഉറക്കെ വിളിച്ചു പറയുകയാണ്: ഞങ്ങൾ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട്, ഞങ്ങൾക്ക് വ്യക്തമായ നിലപാടുകളുണ്ട്, ഞങ്ങളുടെ നേതാക്കൾ ഉത്തരവാദിത്തമുള്ളവരായിരിക്കണം. ഇത്രയും ഉയർന്ന പോളിംഗ് നിസ്സംഗതയുടെ ലക്ഷണമല്ല, മറിച്ച് മാറ്റത്തിനു വേണ്ടിയുള്ള ഒരു വലിയ ആഗ്രഹത്തിന്റെ സൂചനയാണ്. ശരി, നമ്മൾ ജനങ്ങളുടെ മനസ്സിലിരിപ്പ് കേട്ടു. ഇനി സംഖ്യകൾക്ക് എന്താണ് പറയാനുള്ളതെന്ന് നോക്കാം. ഈ തിരഞ്ഞെടുപ്പ് ഫലങ്ങളെ നമുക്ക് ഈ മണ്ഡലത്തിന്റെ രാഷ്ട്രീയ ആരോഗ്യത്തിന്റെ വൈറ്റൽ സൈൻസായിട്ട് കാണാം. അപ്പോ അവ നമ്മളോട് എന്താണ് പറയുന്നത്? 2021 ഫലം നോക്കൂ. ചിത്രം വളരെ വ്യക്തമാണ്. CPIM 46.45% വോട്ടുകളുമായി ശക്തമായ നിലയിൽ നിൽക്കുന്നു. എന്നാൽ അതിന്റെ തൊട്ടുപിന്നാലെ 37.05% വോട്ടുകളുമായി കോൺഗ്രസുമുണ്ട്. BJP 15.55% വോട്ടുകളുമായി നിർണായകമായ സാന്നിധ്യമായി മാറുന്നു. ഇതിനർത്ഥം സിറ്റിംഗ് MLAക്ക് നല്ലൊരു ഭൂരിപക്ഷമുണ്ടെങ്കിലും പ്രതിപക്ഷത്തിന് മുതലെടുക്കാൻ കഴിയുന്ന ചില വിള്ളലുകൾ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങിയിരിക്കുന്നുവെന്ന് തന്നെയാണ്. ഏതൊരു രാഷ്ട്രീയ ശക്തിയെയും പോലെ ഭരണകക്ഷിക്കും അതിൻ്റേതായ ശക്തിയും ദൗർബല്യങ്ങളുമുണ്ട്. അവരുടെ ഏറ്റവും വലിയ ശക്തി എന്താണ്? താഴെത്തട്ടിൽ വരെ വേരുകളുള്ള കേഡർ ശൃംഖല തന്നെ. എന്നാൽ അവരുടെ ഏറ്റവും വലിയ വീഴ്ചയോ? അത് നമ്മൾ ദിവസവും കാണുന്ന കാര്യങ്ങളാണ്. കുടിവെള്ളക്ഷാമം, തകർന്നു കിടക്കുന്ന റോഡുകൾ. ഇവ വെറും അസൗകര്യങ്ങൾ മാത്രമല്ല, പാലിക്കപ്പെടാത്ത വാഗ്ദാനങ്ങളുടെ നേർസാക്ഷ്യങ്ങളാണ്. അപ്പോ നമുക്കിവിടുത്തെ ഭരണത്തിന് ഒരു പ്രോഗ്രസ് റിപ്പോർട്ട് കൊടുത്താലോ? ക്ഷേമ പദ്ധതികളുടെ കാര്യത്തിൽ ഒരു A ഗ്രേഡ് കൊടുക്കാം. പക്ഷേ അടിസ്ഥാന സൗകര്യങ്ങളുടെ കാര്യത്തിലോ ഒരു F ഗ്രേഡാണ്. സ്കൂളിലെ പോലെ തന്നെയാണ് രാഷ്ട്രീയത്തിലും. ഒരു വിഷയത്തിലെ മോശം ഗ്രേഡ് നിങ്ങളുടെ മൊത്തത്തിലുള്ള ശരാശരിയെ താഴേക്ക് വലിക്കും. ഇവിടെ അത് ജനങ്ങളുടെ വിശ്വാസത്തെയാണ് ബാധിക്കുന്നത്. ഇനി നമ്മൾ ഒരു ഡോക്ടറുടെ റോൾ ഏറ്റെടുക്കാൻ പോവുകയാണ്. നമ്മൾ രോഗലക്ഷണങ്ങൾ കണ്ടുകഴിഞ്ഞു. തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ, ജനങ്ങളുടെ അതൃപ്തി, ഇതൊക്കെ. ഇനി യഥാർത്ഥ രോഗമെന്തെന്ന് കണ്ടെത്താൻ കുറച്ചുകൂടി ആഴത്തിൽ പരിശോധിക്കേണ്ടതുണ്ട്. എന്താണ് ഈ അസംതൃപ്തിയുടെ യഥാർത്ഥ കാരണങ്ങൾ? നമ്മുടെ വിശകലനത്തിൽ 5 പ്രധാന കാരണങ്ങളാണ് തെളിഞ്ഞുവന്നത്. ഒന്നാമതായി, ഹിന്ദു സമുദായങ്ങൾക്കിടയിലെ രാഷ്ട്രീയ കൂറ് മാറിക്കൊണ്ടിരിക്കുന്നു. രണ്ടാമത്തെ കാര്യം, 6.6% എന്ന വിലക്കയറ്റം ഓരോ കുടുംബത്തെയും ഒരുപോലെ ബാധിക്കുന്നു. മൂന്നാമതായി, ഗൾഫിൽ നിന്ന് തൊഴിൽ നഷ്ടപ്പെട്ട് മടങ്ങിയെത്തുന്ന ചെറുപ്പക്കാരുടെ നിരാശ. നാലാമതായി, കാട്ടുപന്നിയും മറ്റു വന്യമൃഗങ്ങളും കാരണം വിളകൾ നഷ്ടപ്പെടുന്ന കർഷകരുടെ രോഷം. അവസാനമായി, സൗജന്യങ്ങൾ മാത്രം പോരാ, ഞങ്ങൾക്ക് നല്ല ജോലിയാണ് വേണ്ടതെന്ന് ചിന്ത വളർന്നുവരുന്നത്. ഈയൊരു വാചകം, ഇതും മാത്രം മതി എല്ലാം മനസ്സിലാക്കാൻ. ഒരു കാട്ടുപന്നി ഒരു കർഷകന്റെ കൃഷിയിടം നശിപ്പിക്കുമ്പോൾ അതൊരു പ്രകൃതി ദുരന്തം മാത്രമല്ല, അത് തന്റെ പൗരന്മാരിൽ ഏറ്റവും ദുർബലനായ ഒരാളെ സംരക്ഷിക്കുന്നതിൽ ഒരു ഭരണകൂടം പരാജയപ്പെട്ടതിന്റെ തെളിവാണ്. അതൊരു വിളയുടെ നഷ്ടമല്ല, അതൊരു കുടുംബത്തിന്റെ പ്രതീക്ഷയുടെ നഷ്ടമാണ്. ഇതൊന്നും വെറും സിദ്ധാന്തമല്ല, ഇതാണ് യാഥാർത്ഥ്യം. വരോടെന്ന സ്ഥലത്ത് അത് വെള്ളമില്ലാത്ത പൈപ്പാണ്. കടമ്പഴിപ്പുറത്ത് അതൊരു കാട്ടുപന്നിയാണ്.
കരിമ്പുഴയിൽ അത് ഇടയ്ക്ക് മുറിഞ്ഞു പോകുന്ന ഫോൺ കോളാണ്. ഇത് വോട്ടർമാർ ഭരണാധികാരികൾക്ക് നൽകുന്ന ഒരു ടു ഡു ലിസ്റ്റാണ്. ആരെങ്കിലും ഇത് കേൾക്കുമെന്ന പ്രതീക്ഷയോടെ. രോഗനിർണയം നടത്തിക്കഴിഞ്ഞു. പക്ഷേ എന്താണ് ചികിത്സ? യഥാർത്ഥത്തിൽ ഒരു മാറ്റം കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന ഒരു നേതാവാണെങ്കിൽ എവിടെ നിന്ന് തുടങ്ങണം? ഈ പ്രശ്നങ്ങളെ നേരിട്ട് അഭിമുഖീകരിക്കുന്ന ഒരു ബ്ലൂ പ്രിന്റ് നമുക്ക് പരിശോധിക്കാം. ഈ വെല്ലുവിളിയെ നേരിടാൻ നമ്മുടെ സംസ്കാരത്തിൽ വേരുകളുള്ള ഒരു മാതൃക ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുകയാണ്: ചതുർമുഖ സിദ്ധാന്തം. 4 തൂണുകളിൽ ഉറച്ചു നിൽക്കുന്ന ഒരു മേശയായി ഇതിനെ സങ്കൽപ്പിക്കുക. ഈ ഓരോ തൂണും ഫലപ്രദമായൊരു ഭരണകൂടത്തിന് വേണ്ട ഓരോ പ്രധാന തത്വത്തെയാണ് പ്രതിനിധീകരിക്കുന്നത്. ആദ്യത്തെ 2 തൂണുകൾ 2 വ്യത്യസ്ത ശക്തികളെക്കുറിച്ചാണ്. ഒരു വശത്ത് നിങ്ങൾ ശിവനെപ്പോലെ ആക്രമണോത്സുകരാകണം, തകർന്ന സംവിധാനങ്ങളെ ആക്രമിക്കുക, ജലക്ഷാമം, മോശം റോഡുകൾ തുടങ്ങിയ പരാജയങ്ങൾക്ക് ഉത്തരം ആവശ്യപ്പെടുക. മറുവശത്ത് നിങ്ങൾ വിഷ്ണുവിനെപ്പോലെ സ്ഥിരത നൽകുന്നവനും സംരക്ഷകനുമാകണം. എല്ലാ പൗരന്മാർക്കും അവരുടെ പശ്ചാത്തലം നോക്കാതെ സുരക്ഷയും സ്ഥിരതയും ഉറപ്പു നൽകണം. അടുത്ത 2 തൂണുകൾ ഭാവിയെക്കുറിച്ചാണ്. ബ്രഹ്മാവിനെപ്പോലെ നിങ്ങൾ ഒരു സ്രഷ്ടാവാകണം, ഒരു ഇന്നൊവേറ്ററാകണം. ഹെൽത്ത്, തൊഴിൽ കേന്ദ്രങ്ങൾ പോലുള്ള പുതിയ പരിഹാരങ്ങളിലൂടെ ഒരു പുതിയ കാഴ്ചപ്പാട് രൂപപ്പെടുത്തണം. അതോടൊപ്പം ദുർഗയെപ്പോലെ നിങ്ങൾ ഒരു സംരക്ഷകനാകണം. സമൂഹത്തിലെ ഏറ്റവും ദുർബലരായവരെ, കർഷകരെ, സ്ത്രീകളെ, അവരെ സംരക്ഷിക്കണം. ആരും പിന്നോട്ടു പോകുന്നില്ല എന്നുറപ്പാക്കണം. തിയറികളെല്ലാം നല്ലതാണ്, പക്ഷെ പ്രവൃത്തിക്കാണ് വില. ഒരു നേതാവ് ജനങ്ങളെ കേൾക്കുന്നുവെന്ന് ഉടനടി തെളിയിക്കാൻ കഴിയുന്ന 3 കാര്യങ്ങളിതാ. ഒന്നാമതായി, വരോട്ടെ ആ പൈപ്പ് ലൈൻ നന്നാക്കുക. 2, ഒരു പ്രാദേശിക ആശുപത്രിയെ ഡിജിറ്റൽ യുഗത്തിലേക്ക് കൊണ്ടുവരിക. 3, ഗ്രാമങ്ങൾ തോറും കയറിയിറങ്ങി റോഡുകൾ നന്നാക്കുന്ന ഒരു പദ്ധതി തുടങ്ങുക. ഇവ പെട്ടെന്നുള്ള വിജയങ്ങളാണ്. അത് യഥാർത്ഥ വിശ്വാസം വളർത്തും. അപ്പോൾ നിങ്ങളുടെ കയ്യിലൊരു പ്ലാനുണ്ട്, ഒരു ബ്ലൂ പ്രിന്റുണ്ട്. പക്ഷേ ഇതെങ്ങനെയാണ് തിരഞ്ഞെടുപ്പിൽ വിജയിക്കുന്ന ഒരു ജനകീയ മുന്നേറ്റമാക്കി മാറ്റുന്നത്? എങ്ങനെയാണ് തന്ത്രങ്ങളെ സേവനമാക്കി മാറ്റുന്നത്? ഇന്നത്തെ രാഷ്ട്രീയം എല്ലാവർക്കും ഒരേ വാഗ്ദാനം നൽകുന്നതിലല്ല, ഓരോ വോട്ടർ വിഭാഗത്തോടും അവരുടെ ഭാഷയിൽ അവരുടെ പ്രശ്നങ്ങളെക്കുറിച്ച് നേരിട്ട് സംസാരിക്കണം. യുവാക്കൾക്ക് തൊഴിൽമേളകൾ, സ്ത്രീകൾക്ക് അവരുടെ വീട്ടുപടിക്കൽ ആരോഗ്യ സേവനങ്ങൾ, കർഷകർക്ക് വിളനാശത്തിന് വേഗത്തിലുള്ള നഷ്ടപരിഹാരം. തീർച്ചയായും ഇത്തരം ആശയവിനിമയങ്ങൾ നടത്തുമ്പോൾ ഓരോ പൗരന്റെയും സ്വകാര്യതയെ മാനിക്കേണ്ടത് അത്യാവശ്യമാണ്. വ്യക്തിഗത വിവരങ്ങൾ എങ്ങനെ ഉപയോഗിക്കണം എന്നതിനെക്കുറിച്ചുള്ള വ്യക്തമായ നിയമങ്ങൾ നമ്മുടെ രാജ്യത്തുണ്ട്. അതനുസരിച്ച് മാത്രമേ പ്രവർത്തിക്കാൻ പാടുള്ളൂ. അവസാനം ഇതെല്ലാം വളരെ ലളിതമായൊരു തെരഞ്ഞെടുപ്പിലേക്ക് വരുന്നു. നിങ്ങൾക്ക് നിലവിലെ അവസ്ഥ വേണോ? അതേ പ്രശ്നങ്ങൾ, അതേ ഒഴികഴിവുകൾ? അതോ നിങ്ങൾക്കൊരു മാറ്റം വേണോ? പ്രതികരിക്കുന്ന, കേൾക്കുന്ന, പ്രവർത്തിക്കുന്ന ഒരു പുതിയ സർക്കാർ? വോട്ടർമാരുടെ മനസ്സിലുള്ള ചോദ്യം ഇതാണെന്ന് ഡേറ്റ നമ്മോട് വ്യക്തമായി പറയുന്നു. ഈ വിശകലനത്തിന്റെ എല്ലാം കാതലായൊരു ചോദ്യത്തോടെ ഞങ്ങൾ നിങ്ങളെ വിടുകയാണ്. എന്താണ് ഒരു സർക്കാരിന്റെ യഥാർത്ഥ ലക്ഷ്യം? കേവലം തെരഞ്ഞെടുപ്പുകളിൽ വിജയിക്കുക എന്നതാണോ? അതോ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിച്ച് ഭരിക്കാനുള്ള അവകാശം നേടിയെടുക്കുക എന്നതാണോ? ഒറ്റപ്പാലത്തെ വോട്ടർമാർ ഉത്തരം നൽകാൻ പോകുന്ന ചോദ്യമാണിത്. നമ്മളെല്ലാവരും സ്വയം ചോദിക്കേണ്ട ചോദ്യവും ഇതുതന്നെയാണ്. ജനങ്ങളെ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു നേതാവാകാനും നിങ്ങളുടെ മണ്ഡലത്തെ ഉയരങ്ങളിൽ എത്തിക്കാനും നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ blueprintstrategies.ai ബന്ധപ്പെടുക. mgr@blueprintstrategies.ai എന്ന ഇമെയിൽ വിലാസത്തിലോ 08042041602 എന്ന നമ്പറിലോ വിളിക്കാം. രാഷ്ട്രീയം ലക്ഷ്യബോധത്തോടെ ആവട്ടെ.